നമസ്കാരം. നമുക്ക് 6 കോർപ്പറേഷനുകളുണ്ട്. അങ്ങ് കണ്ണൂർ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ 6 കോർപ്പറേഷനുകൾ. ഈ 6 കോർപ്പറേഷനും ഓരോ മേയർമാരുണ്ട്. അവരെക്കുറിച്ചുള്ള വാർത്തകൾ പ്രാദേശികമായി ഒതുങ്ങും. നമ്മളിൽ എത്ര പേർക്കറിയാം കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയർ ആരാണെന്ന്, അല്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ മേയർ ആരാണെന്ന് അറിയില്ല. പതിയെ 5 വർഷം കൊണ്ട് ഓരോ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ അറിഞ്ഞെന്ന് വരാം. അല്ലാതെ ഒറ്റയടിക്ക് ഈ 6 കോർപ്പറേഷൻ്റെയും മേയർ ആരാണെന്ന് ചോദിച്ചാൽ സാധാരണ മനുഷ്യർക്ക് അറിയില്ല. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സ്ഥിതി അങ്ങനെയല്ല. എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരണത്തിലാണ്. മേയർ VV രാജേഷാണ്. എല്ലാ മനുഷ്യർക്കും അറിയാം VV രാജേഷിൻ്റെ പേരും VV രാജേഷ് ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണരീതിയും. അതിന് കാരണം BJP അധികാരം പിടിച്ചെടുത്തു എന്നതാണ്. ഒരു കോർപ്പറേഷൻ്റെ ഭരണം, അതും തിരുവനന്തപുരം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ്റെ ഭരണം BJPക്ക് കിട്ടിയാൽ അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ച് BJP ഗുജറാത്തിൽ തുടക്കമിട്ട ഒരു ആശങ്ക ഇവിടുത്തെ BJP മോദി വിരുദ്ധർക്കുണ്ട്. എന്ന് മാത്രമല്ല, ഈ കോർപ്പറേഷൻ പരമ്പരാഗതമായ CPM ഭരണം അവസാനിപ്പിച്ച് ഭരണം പിടിച്ചതുകൊണ്ട് അവർ പാർട്ടിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന പല തോന്നിയാസങ്ങളും അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ എതിരാളികളെ, പ്രത്യേകിച്ച് CPMനെ ആശങ്കപ്പെടുത്തുന്നതാണ്. CPM എന്ന് പറയാൻ കാരണം CPMൻ്റെ സ്പേസാണ് BJP ഏറ്റെടുക്കുന്നത് എന്നതുകൊണ്ടാണ്. ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിച്ചു. കോർപ്പറേഷൻ്റെ ബജറ്റ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരംകാരെ മാത്രം ബാധിക്കുന്ന ബജറ്റാണ്. മറ്റെല്ലാ കോർപ്പറേഷനുകളും ചെയ്യുന്നത് പോലെ വരവും ചെലവും ഒക്കെ വെച്ച് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. അതിനപ്പുറത്തേക്ക് പ്രാധാന്യം ഉണ്ടാവുമെന്ന് ആരും കരുതിയില്ല. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ബജറ്റിന് ചില സവിശേഷതകളുണ്ട്. അത് കേവലം തിരുവനന്തപുരം നഗരവാസികളെ മാത്രം ബാധിക്കുന്നതല്ല. ഒരു കോർപ്പറേഷൻ വിചാരിച്ചാൽ എങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അവതരിപ്പിച്ച ബജറ്റ്. ആ ബജറ്റിന് കൃത്യമായൊരു വിഷനുണ്ട്. ആ ബജറ്റിന് കൃത്യമായ ചില പദ്ധതികളുണ്ട്. ആ ബജറ്റിൽ ഇതുവരെയുള്ള മറ്റു കോർപ്പറേഷനുകളോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളോ പഞ്ചായത്തുകളോ ചെയ്യാത്ത വിധത്തിൽ വ്യത്യസ്തമായ ചില ആശയങ്ങളുണ്ട്. ഞാൻ അതിലെല്ലാത്തിലേക്കും കടക്കുന്നില്ല. കാരണം ഏത് കോർപ്പറേഷനും അവതരിപ്പിക്കുന്നത് പോലെയുള്ള വരവ് ചെലവ് കണക്കുകളും ക്ഷേമ പദ്ധതികളും ഒക്കെ ഉള്ളപ്പോഴും 2-3 പദ്ധതികൾ എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വാസ്തവത്തിൽ ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലും BJPക്ക് അടിത്തറ പണിയുന്ന തരത്തിലുള്ള ഒരു ബജറ്റാണ്. ആദ്യം നമുക്ക് ഇവരുടെ ഭവന പദ്ധതിയെക്കുറിച്ച് നോക്കാം. വാസ്തവത്തിൽ ഇത്തരം ഭവന പദ്ധതികളൊക്കെ, അതായത് ലൈഫ് മിഷൻ സംസ്ഥാന സർക്കാരിൻ്റെതാണ്, പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിനുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ചേർന്നാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ചെറിയ പങ്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടെങ്കിലും അവർക്ക് കൃത്യമായ ഒരു റോളൊന്നുമില്ല. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ 2000 വീടുകൾ വയ്ക്കാൻ പദ്ധതി ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതെങ്ങനെയാണ് അവർ അതിലേക്ക് വന്നത്, എങ്ങനെയാണ് അവർ ഫണ്ട് കണ്ടെത്തുന്നത് എന്നത് വളരെ കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒരുമിച്ച് ചേർന്നാണ് ലൈഫ് മിഷന് കീഴിലുള്ള ഭവന പദ്ധതികൾ നടപ്പിലാക്കുന്നത്. PMAY എന്ന് പറയുന്നൊരു പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായി കേന്ദ്രം ഫണ്ട് അനുവദിക്കുകയും പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിനിടയിൽ സംസ്ഥാന സർക്കാർ ഇതിന് 2ാം ഘട്ടത്തിന് ഒപ്പുവയ്ക്കാൻ മടി കാണിച്ചു. കാരണം PMAY പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ ആ പദ്ധതിയുടെ ലോഗോ അത് കാണിക്കണം, മോദിയുടെ പടം കാണിക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. CPM പറയുന്നത് പക്ഷെ അങ്ങനെയല്ല, പദ്ധതിയുടെ ലോഗോ കാണിക്കണം. അതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ ആ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാതെ ഇട്ടുവലച്ചു. എന്നാൽ 1ാം ഘട്ടത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് 2000-ഓളം ആളുകൾക്ക് സ്ഥലം കിട്ടിയിരുന്നു. സ്ഥലമില്ലാത്ത 2000-ഓളം പേർക്ക് വീട് വയ്ക്കാൻ സ്ഥലം കിട്ടി. വർഷങ്ങളായി അവർ വീട് വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. CPMൻ്റെ പോളിസിക്ക് വിരുദ്ധം എന്ന നിലയിൽ PMAY പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ ഒപ്പുവയ്ക്കാത്തത് കൊണ്ട് അത് മുടങ്ങിക്കിടക്കുന്നു. ഏതാണ്ട് ഉച്ചകഴിഞ്ഞ് 2-2:30 മുതൽ 4-4:30 വരെയുള്ള സമയത്ത് ഏത് സാധാരണക്കാരനും മേയറെ വന്ന് കാണാമെന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു രീതി. 100 കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പലർക്കും മുകളിലേക്ക് കയറി വരാൻ കഴിയാതെ വരുമ്പോൾ മേയർ താഴെ പോയി കാണുകയാണ്. അത്ര ആരോഗ്യ പ്രശ്നമുള്ളവരാണ്. ഈ വരുന്ന ഭൂരിഭാഗം പേരുടെയും പ്രശ്നം അവർക്ക് സ്ഥലം വരെയുണ്ട്, അതായത് സ്ഥലം കിട്ടിയിട്ട് വിവിധ പദ്ധതികളിൽ, പക്ഷെ വീടില്ല. എന്തുകൊണ്ടാണ് വീടില്ലാത്തതെന്ന് അവർക്കറിയില്ല. അവർ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നു. അത് ഒപ്പുവയ്ക്കാത്തത് കൊണ്ടാണോ പണമില്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും ആർക്കും അറിയില്ല. ഇങ്ങനെ വീടിന് വേണ്ടി കാത്തിരുന്ന് മരിച്ച പല മനുഷ്യരുമുണ്ട്. അതുകൊണ്ട് കോർപ്പറേഷൻ ഒരു തീരുമാനമെടുത്തു. ഇങ്ങനെ വീടില്ലാതെ സ്ഥലം കിട്ടിയിരിക്കുന്ന 2000 പേർക്കും വീട് വെച്ചു കൊടുക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് മറ്റേതെങ്കിലും പദ്ധതികളിൽ കിട്ടുമെങ്കിൽ ഉപയോഗിക്കുക. സംസ്ഥാന സർക്കാർ ഒപ്പുവയ്ക്കാതെ ആ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല.
അതുകൊണ്ട് നഗരവികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ മറ്റെന്തെങ്കിലും പദ്ധതിയിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അത് വാങ്ങുക, അല്ലെങ്കിൽ കോർപ്പറേഷൻ തന്നെ അവരുടെ വരുമാനം മെച്ചപ്പെടുത്തി വീട് വെച്ച് കൊടുക്കുക എന്ന് തീരുമാനമെടുത്തു. അതുകൊണ്ട് ആ പദ്ധതിക്ക് അവർ പേര് മാറ്റി PMBY ആക്കി. AY പറ്റത്തില്ല, കാരണം ആ പദ്ധതി കഴിഞ്ഞു. ഇത് പൂർത്തിയാവണമെങ്കിൽ BY ആയി. കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട്. CPM നേതാക്കളും അവർക്ക് സ്വാധീനമുള്ളവരുമൊക്കെ കൈവശം വെച്ചിരിക്കുന്ന പദ്ധതികളിൽ ഒന്നും വരുമാനമില്ലാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് അതൊക്കെ പിരിച്ചെടുക്കുക, തിരിച്ചു പിടിക്കുക എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി അതല്ലെങ്കിൽ CSR ഫണ്ട് ശേഖരിക്കാനുള്ള ശ്രമം നടത്തും. അത്തരത്തിൽ ഒരു വലിയ ബൃഹത്തായ പദ്ധതിക്ക് അവർ രൂപം കൊടുത്തിരിക്കുന്നു. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു നഗരസഭ അവരുടെ മുൻകൈയിൽ 2000 പേർക്കോളം വീട് വെച്ച് കൊടുക്കാൻ പദ്ധതി ഇടുന്നത് ആദ്യമാവാം. സാധാരണഗതിക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏജൻസിയെ പോലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ അവർ വേറിട്ടുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു, നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു. ആളുകൾ ആവേശത്തോടുകൂടി കൈയടിച്ചുകൊണ്ട് അതിനെ സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ചികിത്സയാണ്. നമ്മൾ പറയുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഒരുപാട് ആശുപത്രികളുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും പാവപ്പെട്ടവന് ഒരു മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്ത അവസ്ഥയുണ്ട്. ഞാൻ VV രാജേഷിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 190 രൂപയുടെ ഒരു TB മരുന്ന് വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് അത് വാങ്ങിത്തരാമോ എന്ന് ചോദിച്ച മനുഷ്യരുണ്ടെന്നാണ്. അതായത് ഒരു ഗുളിക വാങ്ങാൻ പോലും പണമില്ലാത്ത മനുഷ്യരുണ്ട്. അതുകൊണ്ട് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വലിയൊരു പദ്ധതി തിരുവനന്തപുരം നഗരത്തിലെ 101 വാർഡുകളിലും ഒരു ഫാർമസികൾ തുടങ്ങിയാണ്. ഫാർമസി എന്ന് വെച്ചാൽ മരുന്ന് കൊടുക്കാനുള്ള ഫാർമസികൾ. ഈ ഫാർമസി ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ സഹകരണത്തോടെ അവരുടെ ഫണ്ടോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. നഗരസഭ എല്ലാ വാർഡുകളിലും ഓരോ ഫാർമസികൾ ഉണ്ടാക്കി കൊടുക്കും. ആ ഫാർമസികളിൽ മരുന്നെത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എടുക്കും. എല്ലാ ഫാർമസികളിലും എല്ലാ മരുന്നുകളുടെയും വില പകുതിയായിരിക്കും. ഓർക്കുക, പാവപ്പെട്ട മനുഷ്യർക്ക് പാതി വിലയ്ക്ക് മരുന്ന് കൊടുക്കാനുള്ള ഒരു പദ്ധതി. അതാണ് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഡയഗ്നോസിസ് സെൻ്ററുകളാണ്, സാമ്പിൾ കളക്ട് ചെയ്യുന്ന സെൻ്ററുകളാണ്. 2 വാർഡുകളിൽ ഒരിടത്ത് ഇത്തരം ലാബ് സൗകര്യങ്ങളുള്ള ഡയഗ്നോസിസ് സെൻ്ററുകൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ MRI സ്കാനും CT സ്കാനും അടക്കമുള്ള സൗകര്യങ്ങൾ കുറേയധികം കൊണ്ടുവരുന്നു. അത് എല്ലായിടത്തും കൊണ്ടുവരാൻ കഴിയില്ല, അതിനുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെ സാധാരണ മനുഷ്യൻ്റെ രോഗത്തെ നേരിടാനുള്ള ഒരു പദ്ധതിയാണ് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടൽ സൂപ്പർ മാർക്കറ്റ് എന്നൊരു പദ്ധതി ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ കൗൺസിലർമാരെ, മുൻ കൗൺസിലർമാരെ, കോർപ്പറേഷൻ ജീവനക്കാരെ, റിട്ടയർഡ് ജീവനക്കാർക്ക് ഇവർക്ക് മാത്രമായിരിക്കും ഇവിടെ നിന്ന് വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടുന്നത്. നഗരത്തെ സംരക്ഷിക്കുന്നവരെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഈ അടൽ സൂപ്പർ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ഇത് പതിയെ നഗരത്തിലെ എല്ലാവർക്കും ബാധകമാവുന്ന തരത്തിൽ മാറ്റിമറിക്കും എന്നാണ് രാജേഷ് അവകാശപ്പെടുന്നത്. 20 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന തരത്തിൽ അടൽ കാൻറ്റീനുകൾ നഗരത്തിൽ നടപ്പിലാക്കാൻ ഈ പദ്ധതിയിൽ തുക വകവെച്ചിട്ടുണ്ട്. പുതിയ കോർപ്പറേഷൻ കെട്ടിടം പണിയാൻ തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. പഴയ കെട്ടിടമാണ്, അതുകൊണ്ട് അത് പൊളിച്ചു മാറ്റണോ, പുതിയ കെട്ടിടം പണിതുകൊണ്ട് പഴയ നിലനിർത്തണോ, അതോ വേറൊരു സ്ഥലത്തേക്ക് മാറ്റണോ എന്നൊക്കെ പിന്നീട് നിശ്ചയിക്കും. പക്ഷേ എല്ലാ സൗകര്യങ്ങളുമുള്ള, ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വലിയ കോർപ്പറേഷൻ കെട്ടിടം പുതുതായി പണിയാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. നഗരത്തിലെ പരസ്യങ്ങളൊക്കെ, ഫ്ലെക്സ് ബോർഡുകൾ മുഴുവൻ നീക്കം ചെയ്യും, കൊടിതോരണങ്ങൾ മുഴുവൻ നീക്കം ചെയ്യും. പകരം പരസ്യങ്ങളെല്ലാം LED വാളിലൂടെ ആക്കാനാണ് തീരുമാനം. അങ്ങനെ നഗരത്തെ ശുചീകരിക്കുകയാണ്. അങ്ങനെ അതുപോലെ തന്നെ കുടിവെള്ള ശുദ്ധീകരണം, 2 ആമേഴഞ്ചാൻ തോടെന്ന് പറയുന്ന തിരുവനന്തപുരം നഗരത്തിലെ നാറ്റം മാത്രം സമ്മാനിക്കുന്നൊരു തോടുണ്ട്. എല്ലാ വേസ്റ്റുകളും ആ തോട്ടിലൂടെ പോകുന്നത്. അത് ശുദ്ധീകരിക്കുക, കരമനയാറ് ശുദ്ധീകരിക്കുക. ഇങ്ങനെ സാധാരണ ഒരു കോർപ്പറേഷൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നതിനൊപ്പമാണ് വ്യത്യസ്തമായി പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റ് നഗരസഭകൾക്ക്, മറ്റ് കോർപ്പറേഷനുകൾക്ക് മാതൃകയാകും തിരുവനന്തപുരത്തെ സവിശേഷമായ മാറ്റങ്ങൾ. BJP വേരുറപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷനെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ VV രാജേഷ്. അതിൻ്റെ നേട്ടം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അവർക്കിപ്പോഴുമുള്ളത്.